ചേച്ചി അവിടെ ഒന്ന് രണ്ട് വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? ശോഭജിയോട് അങ്ങനെ പണമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന മനസ്ഥിതിയുള്ള ഒരാൾ ആണ് എന്നുള്ളതിലും എനിക്ക് വിരുദ്ധ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ കൊടുക്കേണ്ടുന്ന സമയം ഇതായിരുന്നില്ല. പോലീസ് മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണം. റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണമെന്ന് ഞാൻ അല്ലല്ല ആദ്യം ഞാൻ പറയുന്നത് ഒരു മാധ്യമം എന്ന് അടിവരയിട്ട് പറയുകയാണ്. ഒരു മാധ്യമം എന്ത് ഡെഡിക്കേഷൻ ചെയ്താൽ ഇത് തെളിയിച്ചിട്ടേ ഞാൻ നിൽക്കൂ. ശോഭാജിയൊക്കെ എന്ത് കില്ലാടിയാണല്ലേ. സുരേഷ് ഗോപിജി തീരെ പോരാ, സുരേന്ദ്രൻജി ഇല്ല, സീനിലേ ഇല്ല. പുള്ളിക്കാരനൊന്നും ഇങ്ങനെ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് എബിലിറ്റി ഒന്നും ആ ഒരു കേപ്പബിലിറ്റി ഒന്നുമില്ല. ഈ രാജീവ് ചന്ദ്രശേഖർ പോലും ശോഭാ സുരേന്ദ്രൻ്റെ അടുത്ത് നിന്ന് ചില കാര്യങ്ങൾ കണ്ടുപഠിക്കേണ്ടതുണ്ട്. ബി ജെ പിക്കാർക്ക് രണ്ട് അസ്ത്രങ്ങളാണ് എന്ത് പ്രശ്നങ്ങളിൽപ്പെട്ടാലും കയ്യിലുള്ളത്. അത് കൃത്യമായിട്ട് പ്രയോഗിക്കേണ്ട ഇടത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, ആ ഒരു ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതിന്ന് ശോഭാജി കൃത്യമായിട്ട് പ്രയോഗിച്ച് ഞാൻ കണ്ടു. സ്ഥിരം ഈ ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിലും അത് സഡനായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കഴിവൊന്നുമല്ല. ഒന്നാമതായിട്ട് പുള്ളിക്കാരി പറഞ്ഞ സംഗതി എന്താണ്? മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടർ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി വളരെ നിഗൂഢമായിട്ടുള്ള ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് തന്നെ പിന്തുടർന്ന് ഇങ്ങനെയുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചു. രണ്ട് പ്രധാനപ്പെട്ട സംഗതികൾ അവിടെ വന്നു. മീഡിയ വണ്ണ് കോൺഗ്രസ് മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഒരു കണക്ഷൻ. അതുകൊണ്ട് ഇതൊരു മാധ്യമ സൃഷ്ടിയാണ്. അത്ര മതി. മറുനാടൻ അത് മതി. ടി ജി മോഹൻദാസ് ഉള്ള ആ ഒരു ചാനൽ സംഘങ്ങൾക്ക് അത് മതി. ജനൻ ടി വിക്ക് അത് മതി. അവരിനി അതിൽ കടിച്ചു തൂങ്ങി നാലുപാട് ഓടിക്കോളും. അത് കേൾക്കുന്ന സംഘ അനുകൂലികളായിട്ടുള്ള അണികൾ അതുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂളുകളോ ന്യായവാദങ്ങളോ എഴുതി അങ്ങോട്ട് പിടിപ്പിച്ചോളും. സംഗതി സേഫാണ്. ഒരു പുകമറയ്ക്ക് അത് ബെസ്റ്റാണ്. ബി ജെ പിക്കാരുടെ ഒരു മെയിൻ അസ്ത്രമാണ് അത്. കേരളത്തിലെ ബി ജെ പിക്കാർക്ക് പിന്നെ മീഡിയ വണ്ണും അതേപോലെ തന്നെ മുസ്ലിം വിരോധവും ഈ ജിഹാദ് വേടുമില്ലാതെ ഒരു ഭാവി തന്നെ അവർ കാണുന്നില്ല. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അസ്ത്രം അത് ബി ജെ പിക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്താണ്? ഇരവാദം. ശോഭേച്ചി ഇരവാദം ഇറക്കുന്ന ആ ഒരു ഭാഗത്തിലേക്ക് പോകാം. ഞാൻ നിങ്ങളെ ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാർ നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇന്നലെ രാത്രി ചന്ദ്രനഗർ വീടിന്റെ മുന്നിൽ നീ എന്താണ് വന്നതെന്ന് ഞാൻ അവിടെ ചോദിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്ന് എന്തിനാണ് ഞാൻ താമസിക്കുന്ന വീടിന്റെ മുന്നിലേക്ക് രാത്രി 11 മണിക്കാണ് ചെറുപ്പക്കാരൻ വന്നത്? നാട്ടിൽ പകൽ വെളിച്ചത്തിൽ മുങ്ങി നടക്കുന്ന ഒരാൾ ഒരു കാറിൽ 2 ഗുണ്ടകളെയും കയറ്റി സ്വന്തം അമ്മയ്ക്ക് തുല്യമായിട്ട് കാണുകയും ചിരിക്കുകയും മിണ്ടുകയും ചെയ്യേണ്ട ഒരു സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ ആംഗ്യം കഴിച്ചുകൊണ്ടാണ് ഇത് ഈ നിൽക്കുന്ന പ്രമിള ചേച്ചി മാധ്യമപ്രവർത്തകരുടെ കാരണം അറിയാം. എവിടെയെങ്കിലും ഒരു ചെറുപ്പക്കാരനോട് ഒരു ദേശത്തിന്റെ ഭാഷയിൽ ചേച്ചി സംസാരിക്കുന്നത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇന്ന് ചേച്ചിയുടെ വിഷ്വൽ ഞങ്ങൾ എടുത്ത വിഷ്വൽ ഞാൻ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പൊ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റക്കാലിനേ ഉള്ളൂ. വളരെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തുകൊണ്ടാണ് ആ കാലിലേക്ക് ഞാൻ കടന്നു കണ്ടത്. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്, വൃത്തികെട്ട രീതിയിൽ, മോശമായ രീതിയിൽ, വളരെ ഒരു സ്ത്രീയും കണ്ടാൽ വേദനിക്കുന്ന രീതിയിൽ അത് ഏത് കാല കെട്ടിയ കൊമ്പനാണെങ്കിലും നിങ്ങൾക്ക് സഹോദരിമാർ ശോഭാ സുരേന്ദ്രൻ ഡോറ് തുറന്ന് പുറത്ത് ചെന്നിരിക്കും. ഒരു തത്വം വേണം. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഉടൻ തന്നെ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ചെയ്യിച്ചതാണ് ഈ ഗണേഷ്. എത്ര അധപ്പതിച്ച രീതിയിലാണ് ഈ സ്ത്രീ ആ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഇവർക്ക് അതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇപ്പോൾ ഇവർ ഈ പണം കൊടുത്തു എന്നൊക്കെ പറയുന്ന കൃഷി പോലെയുള്ള മേഖലകൾ, കണ്ണാടിയിൽ ഉൾപ്പെടുന്ന മേഖലകളിലൊന്നും ഇവർക്കങ്ങനെ പണം കൊടുത്ത് വോട്ട് വാങ്ങേണ്ട അത്ര കഠിനമായിട്ടുള്ള സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഇവർ പണം കൊടുത്തത് വ്യാപകമായിട്ട് പണം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തതാണെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കയ്യോടെ പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇമാതിരി അധപ്പതിച്ച ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ ശോഭ ഓൾറെഡി കേട്ടതാണ്. എന്നാലും കേട്ട പരിപാടിയായിപ്പോയി എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. അവരുടെ വീട്ടിലേക്ക് ഇവർ ഇന്നലെ വന്നു എന്നും മോശമായിട്ടുള്ള അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് മോശമായിട്ടുള്ള ആംഗ്യങ്ങൾ കാണിച്ചു എന്നൊക്കെ പറയുന്നത് എത്ര മോശമാണ്. ഇവരെ പോലുള്ളൊരു സ്ത്രീയെ അധികാര സ്ഥാനത്തിലേക്കൊക്കെ നമ്മളെടുത്ത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇവരോട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സമീപിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇവരാളുകളെ ഏതൊക്കെ തരത്തിലാണ് നോക്കിക്കാണുന്നത്? എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഇവരാളുകളെ മതത്തിൻ്റെ പേരിലും ജെൻഡറിൻ്റെ പേരിലും ഏതെങ്കിലുമൊക്കെ രീതിയിലുമൊക്കെ മോശക്കാരായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയല്ലേ ശ്രമിക്കത്തുള്ളൂ. ഇനി ചെയ്യരുത് കേട്ടാ. അല്ല എന്തായാലും അത് കൊടുത്തില്ല.
പൈസ കൊടുത്ത് തോട്ട് പറയുന്നു ചേച്ചി അവിടെ 1-2 വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസുണ്ടാ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പൈസ കൊടുത്തില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ, നിങ്ങളുടെ വാടാ ശോഭയെ കയ്യോടെ പിടിച്ച സമയത്ത് ശോഭ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ കുട്ടിയുടെ വെല്ലുമ്മയാണ്, അതുകൊണ്ടാണ് പണം കൊടുത്തത്. അപ്പോൾ പണം കൊടുത്തു എന്നുള്ളത് പുള്ളിക്കാരി സമ്മതിച്ചു. പിന്നീട് ഈ പുറത്ത് വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ നാടകം കളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇവർ പണം കൊടുത്തു എന്നുള്ളത് സമ്മതിച്ച്, പിന്നെ അത് വെല്ലുമ്മയാണോ അല്ലെങ്കിൽ അമ്മൂമ്മയാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് പിന്നീട് അന്വേഷിക്കാം. ആ വെല്ലുമ്മയാണോ അമ്മൂമ്മയാണോ എന്നുള്ളത് തെളിയിക്കേണ്ട ആ ഒരു സാഹചര്യത്തിലേക്ക് പോലും ഇപ്പോൾ ശോഭ എത്തുന്നില്ല. കാരണം ഇവർ പണം കൊടുത്തിട്ട് തന്നെ ഇല്ല എന്നങ്ങോട്ട് വാദിക്കുകയല്ലേ. എന്തെങ്കിലും ഒരു ബോധമോ നാണമോ ഉള്ളൊരു സ്ത്രീയാണോ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ? നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ ബഹുമാനത്തോട് കാരണമാണ്. അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ ഒന്ന് തന്നെ കാറിന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി, എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി, മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈലാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നല്ലോ, അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്നിട്ട് വന്നിട്ട് ഇല്ലല്ലോ, നിങ്ങൾ ആദ്യം ഉണ്ടെന്താ, നിങ്ങൾ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾ പൈസ കൊടുത്ത് തന്നിട്ടല്ലേ ചോദിച്ചത്? അല്ല, നിങ്ങളപ്പോ കൈയോട് സംസാരിക്കും ചെയ്തോളി. നിങ്ങൾ എന്താ വെച്ചാൽ ഇത്തവണ പാലക്കാട് കാണുന്ന മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. BJPക്ക് അത്യാവശ്യം ബലമുള്ള വാർഡുകളിലും ഏരിയകളിലും ഒക്കെ സ്ത്രീകളായിട്ടുള്ള പ്രവർത്തകർ കാര്യമായിട്ട് തന്നെ ഇറങ്ങി ചില തോന്നിയാസങ്ങൾ കാണിക്കുന്നുണ്ട്. രമേശ് പിഷാരടിയെ തടഞ്ഞൊക്കെ നമുക്കറിയാം. അപ്പോൾ അവിടെയും അവർ കാറിലിറക്കാനായിട്ടുള്ള സാധ്യത മുന്നേ കൂട്ടി മണത്തറിഞ്ഞ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം അവരുടെ നിലവാരം മനസ്സിലാക്കിയ പിഷാരടി കൈ പുറകിൽ കെട്ടി നിന്ന് അവിടെ നിന്ന് പിൻവാങ്ങിയത് ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമായിപ്പോയി. അല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വൃത്തികേടുകൾ ഇവർ പറഞ്ഞു പരത്തിയാനേ എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ ദിവസം അവർ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെ നിരത്തിയിട്ടാണ് അവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചരണം തടഞ്ഞത്. ജനാധിപത്യത്തെക്കുറിച്ച് ഇവറ്റകൾക്ക് എന്ത് ബോധം? ഒരു സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാൽ, BJPയുടെ ഒരു സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാൽ നല്ല കാശ് വരും. നല്ല കാശ് വരുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് പല ആളുകളും ഈ NDA എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വക്കത്തും, അല്ലെങ്കിൽ നേരിട്ട് BJP എന്ന് പറയുന്ന ആ ഒരു പക്ഷത്തുമൊക്കെ പോയി നിന്നിട്ട് ഈ പറയുന്ന പരിപാടിക്കൊക്കെ ഇറങ്ങുന്നത്. നല്ല ഫണ്ട് വരുമെന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. സുരേന്ദ്രൻജിയെ എത്ര കേസിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്തു? പല കേസുകളിലും പ്രോപ്പറായിട്ടുള്ള തെളിവില്ലാത്തതുകൊണ്ട് വിട്ടയച്ചു എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും എന്തോരം ഫണ്ട് വന്നിട്ടുണ്ട്. മഞ്ചേശ്വരം കേസും തൃശ്ശൂരിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ ഫണ്ടും ഇതെല്ലാം ഈ പറയുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന ഫണ്ടാണ്. ഇപ്പോൾ അവിടെ ദേവുവേട്ടത്തേക്ക് ഒരു 5000 കൊടുത്തു. അങ്ങനെ എത്ര ഏട്ടത്തിമാർക്ക് എത്ര പണം കൊടുത്തിട്ടുണ്ട്? അപ്പോൾ കൊടുത്ത പണം എത്രയാണ്? എഴുതി പിടിപ്പിക്കുന്ന പണം എത്രയാണ്? കൊടുത്തു എന്ന് പറയുന്ന പണം എത്രയാണ്? ഇതിനൊന്നും കയ്യും കണക്കൊന്നും ഇല്ലല്ലോ. ആ ഒരു ഏരിയയിൽ ഒരു 5 ലക്ഷം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് 1 ലക്ഷം മാത്രം വിതരണം ചെയ്തെങ്കിൽ പോലും എത്ര പൈസ അടിക്കാം? കോടികളല്ലേ അടിച്ചു മാറ്റുന്നത്. ഇത് മൊത്തം നാട്ടുകാരുടെ അടുത്തുനിന്ന് അടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പണമല്ലേ? അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റിക്കുന്നതിൻ്റെ കമ്മീഷൻ വാങ്ങിച്ച് വിതരണം ചെയ്യുന്ന പരിപാടിയല്ലേ? അപ്പം അതിൽ നിന്നൊക്കെ 10,000 2,000 ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് ചെയ്യാനായിട്ട് പോകുന്ന മണ്ടന്മാരെ പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ പിന്നെ പാലക്കാടുള്ള ചില ചേച്ചിമാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, എന്നാലും ദേവുവേട്ടത്തേക്ക് പൈസ കൊടുത്തല്ലോ, നമുക്ക് പൈസ തന്നില്ലല്ലോ. അങ്ങനെയും വിചാരിച്ച് കൂടായികയില്ല. ശോഭ എന്താണ് അങ്ങനെ കാണിച്ചത്? ഒരു തരംതിരിവ് കാണിച്ചത്. അതുകൊണ്ട് ശോഭയ്ക്ക് വോട്ടില്ല എന്നൊക്കെ പറയുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറി മറിയാനായിട്ടുള്ള സാധ്യതയുണ്ട്.
അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വോട്ട് ഷെയറൊക്കെ കിട്ടേണ്ടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. ഇപ്പോൾ NMR റസാക്കൊക്കെ എന്തൊക്കെ ബിരിയാണി വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞാലും എനിക്കിതുവരെ പുള്ളിയുടെ റോളിനെ കുറിച്ചിട്ട് മനസ്സിലായില്ല. അതിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇലക്ഷൻ കഴിയട്ടെ, അതിനെക്കുറിച്ചിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിഷാരടി ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ശോഭയ്ക്ക് വളരെ നൈസായിട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ തടയലും പണം വിതരണവും മൊത്തത്തിലുള്ള പരിപാടികൾ കാണിച്ചു തരുന്നത് ഇവർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇത്രയും വിശദമായി ഒരു മാനിപ്പുലേഷൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന ദൃശ്യം നിങ്ങളാണ് തെളിയിക്കേണ്ടത്, മാധ്യമങ്ങൾ. നോക്കൂ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എന്നെ സംബന്ധിച്ച് എന്റെ കാറിലില്ലാത്ത ഒരു സ്ത്രീയുടെ ദൃശ്യം ഒരു ആരോപണം നേരിടുന്ന സമയത്ത് അത് തെളിയിക്കേണ്ട ബാധ്യത മാധ്യമങ്ങൾക്കല്ല, ആരോപണ വിധേയനാണ് ഇത് തെളിയിക്കേണ്ട ബാധ്യത. അപ്പോൾ അതിലാദ്യം തന്നെ നിങ്ങൾ പണം കൊടുത്തു എന്ന് സമ്മതിച്ചു, വല്യമ്മയാണ്, ആ കുട്ടിയുടെ വല്യമ്മയാണ്, അങ്ങനെ ഒരു കുട്ടി കാറിലുണ്ട് എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചു. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ല, അത് കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന ഏതോ ഒരു സ്ത്രീയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ് ശോഭിച്ചേ? അതല്ല, ആ ശോഭ തരാ പറഞ്ഞു. തരാ പറഞ്ഞു. ഓ അല്ല, ഒരു തൊഴും ഒക്കെ ചെയ്യും. നിൽക്കാൻ വയ്യ. ഈ ബാഗിൽ നിന്ന് തരുന്നത്, ഈ ബാഗിൽ നിന്ന് എടുത്ത് തരുന്നത്, ഈ ബാഗിൽ നിന്ന് എടുത്ത് തന്നത്. കുട്ടി വേഗം ശരി, ഉള്ളിപ്പൊക്കെ വല്ലാണ്ട് ശരി ശരി ശരി. 5 മാസം അപ്പൊ പൈസ കിട്ടിയില്ല. അവരോട് അമ്മ പൈസ ചോദിച്ചൂലേ? ദേവമ്മ പറയണത് ഇപ്പോൾ പൈസ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പൈസ വാങ്ങുന്നതൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അവർക്ക് മരുന്ന് വാങ്ങാനായിട്ട് പണം ഇല്ല, ആര് വന്നാലും പണം ചോദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ശോഭിജിയോട് അങ്ങനെ പണമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന മനസ്ഥിതിയുള്ള ഒരാൾ ആണ് എന്നുള്ളതിലും എനിക്ക് വിരുദ്ധ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ കൊടുക്കേണ്ടുന്ന സമയം ഇതായിരുന്നില്ല. ഇപ്പോൾ കയ്യിൽ കുറേ കാശൊക്കെ ഉണ്ട്, ഈ ഒരു സമയത്ത് എല്ലായിടത്തും വിതരണം ചെയ്ത് അതിൻ്റെ ഗുണഫലമൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതൊന്നും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് യോജിച്ച ഒരു രീതിയൊന്നുമല്ല. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്കൊക്കെ പോയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഞാൻ ഈ നാട്ടിൽ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ശോഭയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഗുണപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു റിസൾട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ മറ്റ് ആളുകളെല്ലാം കൂടെ ചാടിപ്പുറപ്പെട്ട് ഇറങ്ങും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടപടി വന്നാലേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതാണെങ്കിലും പാലക്കാട് പൈസ വാങ്ങിച്ച ആളുകളൊക്കെ വോട്ട് ചെയ്യണം കേട്ടോ. പ്രതീക്ഷയോടെയല്ലേ പൈസ തരുന്നത്. ഒരുമാതിരി സംഘ സ്വഭാവം കാണിക്കരുത്. പൈസ വാങ്ങിച്ചത് പോക്കറ്റ് ഇട്ടിട്ട് ശോഭയ്ക്കെതിരായിട്ട് വോട്ട് ചെയ്യരുത്. അപ്പോൾ അങ്ങനെയൊക്കെ മാന്യമായിട്ട് ഇലക്ഷനെ നോക്കി കാണുക. ഇപ്പോൾ വലിയ സന്തോഷമായി കാണും, ശോഭ കുറച്ച് പൈസയൊക്കെ തരുന്നു. അങ്ങനെയാണ് മോഡിജി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ ഇലക്ഷൻ്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചില്ലറയൊക്കെ തടയും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്ന ഗതികെട്ട ജന്മങ്ങളോടൊക്കെ എന്ത് പറയാനാണ്. നമ്മുടെ പൈസ ഇടൂ. ഇങ്ങനെ ഇറക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആളുകൾ നമുക്ക് വന്ന് 5-10 തന്നു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു കരുണയൊന്നുമല്ല. അവർ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് അതിൽ നിന്നൊരു പിച്ചയിട്ട് തരുന്ന തരത്തിൽ നോക്കിക്കണ്ടാൽ മതി. നന്ദി.